കണ്ടൽക്കാടുകൾ, കടലുണ്ടിയിലെ കണ്ടൽക്കാടുകൾ സന്ദർശിക്കുകയാണ്. കണ്ടൽക്കാടുകളുടെ ഉള്ളിൽ കൂടിയുള്ള യാത്ര നക്ഷത്രക്കണ്ടലിന്റെ ഒരു കായാണ്. നക്ഷത്രക്കണ്ടലിന്റെ ഒരു കായാണ് ഇപ്പൊ പറിച്ചെടുത്തിട്ട്. കടലുണ്ടിയിലെ കണ്ടൽക്കാടുകളാണ് നാം ഇപ്പോൾ കാണുന്നത്. നമ്മുടെ തൊട്ട് അടുത്ത് കാണുന്നത് ഉപ്പട്ടിക്കണ്ടലാണ്. കടലുണ്ടിയിൽ ധാരാളം കണ്ടലുകളുണ്ട്. കണ്ടലുകൾക്ക് പ്രസിദ്ധമായ നാടാണ് കടലുണ്ടി. കടലുണ്ടിയിൽ കൂട്ടം കൂടി ഇല്ലിത്തുറു പോലെ ധാരാളം തൈകൾ ഒന്നായിട്ട് കൂട്ടം ചേർന്ന് നിൽക്കുകയാണ്. വേരിൽ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. വേലിയേറ്റവും വേലിയിറക്കവും അതിജീവിക്കുന്നതിന് സഹായകമാണ്. നമ്മുടെ തൊട്ടകളുടെ വിത്ത് ചെളിയിലേക്ക് ചാടുകയും അത് അവിടെ തന്നെ ഉറച്ചു നിന്ന് വളർന്ന് വരികയും ചെയ്യും. ആവാസ വ്യവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സസ്യവിഭാഗമാണ് കണ്ടൽ. ഈ കടലുണ്ടി ഒരു പക്ഷിസങ്കേതമാകുന്നതിന് ഏറ്റവും അധികം സഹായകമായ സസ്യവിഭാഗം തന്നെ കണ്ടലുകളാണ്. കണ്ടലുകൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ദേശാടന പക്ഷികൾ വളരെ വരുന്നത്. ദേശാടന പക്ഷികൾ ഇവിടെ എത്തുന്നതിന് കാരണം ഈ കണ്ടൽക്കാടുകൾക്ക് ഉള്ളിലുള്ള ജൈവ വൈവിധ്യമാണ് എന്ന് കാരണം. ഈ കടലുണ്ടിപ്പുഴ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണിനെ തടഞ്ഞു നിർത്തി കണ്ടലിന്റെ വേരുകൾ ഇവിടെ മനോഹരമായ കടലുണ്ടിയിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വളരെ ആകർഷണീയമായ ഒരു കാര്യമാണ് ആ വള്ളത്തിനൊരു കച്ചവടം. കടലുണ്ടി പുഴയുടെ തുരുത്തുകളുടെ നടുക്കാണിത് നിൽക്കുന്നത്. പുഴയുടെ നടുക്ക് നമുക്ക് ചായ കുടിക്കാനൊക്കെ പറ്റും. ഇവിടുത്തെ തനത് വിഭവങ്ങളായ കല്ലുമ്മക്കായ ഒക്കെ ഇവിടെ പൊരിച്ചു തരുന്നുണ്ട്. നല്ല ടേസ്റ്റി ഫുഡാണ്. കാശ്മീരിലെ ഡാൽ ലേക്കിന്റെ ഒരു അനുഭവമാണ് ഇവിടെ. ഡാൽ ലേക്കിൽ ഇങ്ങനെ കച്ചവടക്കാർ ധാരാളം വരും. അതുപോലെ ഒരു അനുഭവമാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഓർമ്മ വന്നത്.